അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മുണ്ടക്കൈ പള്ളിയിൽ ഇതുപോലെ ജുമാ നിസ്കരിച്ച പകുതി ആളുകൾ അല്ല, ഒരു 80% ആളുകളും ഇന്ന് ദുനിയാവിലില്ല. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ചില മുഖങ്ങൾ എനിക്കിങ്ങനെ ഓർമ്മ വരുന്നു. എന്റെ പ്രിയപ്പെട്ട സത്താർ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഇടക്കൊക്കെയാണ് അവൻ ജുമാക്ക് വരാറുള്ളത്. അപ്പോഴെല്ലാം കൈപിടിച്ചുകൊണ്ട് ആഖിബത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയാതെ പിരിയാത്ത മോനാണ്. വിശുദ്ധ ദീനിന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുന്ന കൂട്ടുകാരനാണ്. അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകി അവൻ മാത്രമല്ല പോയത്, അവന്റെ സഹധർമ്മിണിയും അവന്റെ കുടുംബത്തിലെ പലരും വിട പറഞ്ഞു. ഞാൻ ഹൃദയത്തിൽ വല്ലാതെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പലരുടെയും മുഖം ഞാൻ ഇപ്പോൾ കാണുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട വളരെ സ്നേഹിക്കുന്ന ഒരു ഉസ്താദ് നിംസ് ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടപ്പോഴ് ഉസ്താദെ, കുടുംബത്തിൽ കുറെ ആളുകൾ ഒരു വിവരവും ഇല്ല എന്ന് പറഞ്ഞു. ആ പ്രിയപ്പെട്ട ഉസ്താദ് വിഷമം മനസ്സിൽ കടിച്ചമർത്തി സ്വബറെന്ന് പറഞ്ഞ അള്ളാഹു ക്ഷമക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ടെന്ന് ഓടിപ്പടിച്ച ആ പ്രിയപ്പെട്ട ഗുരുവന്യര് ഈ സദസ്സിൽ ക്ഷമയോടെ ഇരിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഞാൻ ചോദിക്കട്ടെ, അവരാരും ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് അവര് വിചാരിച്ചിട്ടില്ല എന്നല്ല നമ്മൾ വിചാരിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ ഖദാ വിളിക്കുത്തരം നൽകാതെ മറ്റു മാർഗമില്ലല്ലോ. റഹ്മാനായ റബ്ബ് ഖുർആനിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, ഈ പ്രസംഗം വല്ലാതെ നീണ്ടുപോവില്ല. കാരണം പാവപ്പെട്ട രോഗികൾക്കും അതുപോലെ ഈ ദുരന്തത്തിൽപ്പെട്ട് കണ്ണീരുമായി കഴിയുന്നവർക്കും സേവനം ചെയ്യുന്ന നിഷ്കളങ്കരായ എത്രയോ പ്രവർത്തകർ ഇവിടെയുണ്ട്. അവരെയൊക്കെ എന്റെ പ്രസംഗം കൊണ്ട് പിടിച്ചു കിട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ടു വാക്കും പറയട്ടെ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം പല പ്രാവശ്യം ഖുർആൻ ഓതിപ്പോയിട്ടുണ്ട്. എത്രയോ ഓതുമ്പോഴൊക്കെ ആയത്ത് ഞാൻ ഓതിയിട്ടുണ്ട്. ആ ആയത്തിന്റെ നേർസാക്ഷ്യമാണോ നടന്നത് എന്ന് നമ്മൾ ഓർത്തു പോവുകയാണ്. ഒരു ഗ്രാമവാസികൾ ധരിക്കുന്നുണ്ടോ അവർക്ക് അല്ലാഹുവിന്റെ മനസ്സ് വരും ബയാത്തൻ, രാത്രിയിൽ അവരുറങ്ങിക്കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ അദാബ് പരീക്ഷണം വരുന്നതിനെ കുറിച്ച് ആർക്കെങ്കിലും നിർഭയത്വമുണ്ടോ? ഇതൊരു ചോദ്യമാണ്. ഇത് എന്റെയും നിങ്ങളുടെയും മനസ്സിൽ തറയ്ക്കേണ്ട ചോദ്യമാണ്. അവിടെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദര നമ്മൾ ആലോചിക്കേണ്ടത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് എന്റെ പ്രിയപ്പെട്ട മുണ്ടക്കൈയിലെ സഹോദരങ്ങൾക്ക് മാത്രമുള്ളതല്ല. റബ്ബ് ഖദാ ചെയ്താൽ എല്ലാവർക്കും വരാനുള്ളതാണ്. നമുക്കറിയാം, ആ ഭൂമിയുടെ പശ്ചാത്തലം വായിക്കുമ്പോൾ മുണ്ടക്കൈ മാത്രമല്ല, ചൂരൽമലയുടെ പ്രദേശങ്ങളിൽ ആ സ്കൂൾ നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്കറിയാം. നല്ല കരുണാനന്ദകരമായ ഒരു പാട്ട് യൂട്യൂബിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിഞ്ചുമക്കൾ ഓടിക്കളിച്ചിരുന്ന ആ വിദ്യാലയത്തിന്റെ മുറ്റം ഇതുപോലെയാകുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഇതെല്ലാം ജഗതിയന്താവിന്റെ തീരുമാനമാണ്. റബ്ബ് ഖുർആനിൽ പറഞ്ഞൊരായത്ത് ഇന്നത്തെ ഖുതുബയിൽ ഞാൻ ഓതിയിട്ടുണ്ട്. ആയത്തിന്റെ അർത്ഥം കൂടി പറഞ്ഞ് ഈ പ്രസംഗങ്ങളുടെ നിർത്തുകയാണ്. ഖുൽ നബിയെ തങ്ങൾ പറയണം, ഹുവൽ ഖാദിർ, യജമാനനായ റബ്ബ് കഴിവുള്ളവനാണ്. നിങ്ങൾക്ക് അയക്കാൻ നിങ്ങളുടെ മുകൾ ഭാഗത്ത് നിന്ന് അദാബിനെ അയക്കാൻ റബ്ബിന് കഴിയും. അല്ലെങ്കിൽ നിങ്ങളുടെ കാൽപാദത്തിന്റെ ചുവട്ടിൽ നിന്ന് നിങ്ങൾക്ക് അദാബ് തരാൻ റബ്ബിന് കഴിയും. അല്ലെങ്കിൽ നിങ്ങളെ പരസ്പരം തമ്മിലടിപ്പിച്ചിട്ട് അദാബ് ഉണ്ടാകും. ഇത് പറഞ്ഞിട്ട് റബ്ബ് പറയുന്ന ഒരു വാക്കുണ്ട്, ചിലരുടെ ഇടങ്ങേറ് നിങ്ങളെ ദുഷിപ്പിക്കാൻ വേണ്ടി. അത് പറഞ്ഞിട്ട് റബ്ബ് പറയുന്നു, ഇതെന്തിനാ? നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാൻ ഇത് പറയുമ്പോൾ എന്റെ ഹൃദയം പിടയ്ക്കുന്നുണ്ട്. ഞാൻ പറയുന്ന എന്റെ മുന്നിലിരിക്കുന്ന ഈമാനിന്റെ കടുകട്ടികളായ മുത്തുമുമ്പിനെങ്കിൽ ഇവിടെയുണ്ട്. ഞാനത് പറയുമ്പോൾ പറയാൻ 100% നീയുള്ളവൻ അർഹനല്ല.
പക്ഷേ നമ്മുടെ മുന്നിൽ കണ്ട ഒരു ദുരന്തത്തിന് നമ്മൾക്ക് കുറെ പാഠങ്ങൾ പഠിക്കാനുണ്ട്. എന്താ? 2 പാഠം മാത്രം പറയുന്നു. ഒന്നെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഏത് സമയത്തും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കണം എന്ന ഒരു പാഠമാണ്. മാത്രമല്ല, നമ്മുടെ പിരിഞ്ഞുപോയ സഹോദരങ്ങളുണ്ട്. ഞാനിതിങ്ങനെ പറയുമ്പോൾ വേദനയോടെ കണ്ണുനീരെടുപ്പിച്ച് കേൾക്കുന്ന കുടുംബത്തിലെ 3-4 പേർ വിട പറഞ്ഞവർ അല്ല, അതിനേക്കാൾ കൂടുതൽ പേർ വിട പറഞ്ഞവർ. എന്റെ പ്രിയപ്പെട്ട നിസാം എന്ന സുഹൃത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട്. ജുമാന്റെ മുമ്പ് കൈപിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ കുടുംബത്തിൽ എത്രയോ ആളുകൾ ഇന്ന് മണ്ണിനടിയിലാണ്, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇത് അവന്റെ മാത്രം ഒരു വേദനയല്ല, ഈ ഇരിക്കുന്ന പലരുടെയും വേദനയാണ്. ഇതുപോലെ ഈ പള്ളിയിൽ ഇരിക്കാൻ, ജുമാക്ക് പങ്കെടുക്കാൻ കഴിയാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന എത്രയോ മുഅ്മിനീങ്ങളുടെ വേദനയാണ്. നമ്മുടെയൊക്കെ സ്കൂളിലൊക്കെ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഉമ്മമാരുടെ വേദനയാണ്. നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മളൊന്ന് ഞെക്കുമ്പോൾ ഓരോ വാർത്തകൾ ഇങ്ങനെ കേൾക്കുന്നു. ഞങ്ങൾക്ക് ആരുമില്ല എന്ന് പറഞ്ഞിട്ട് വിങ്ങിപ്പൊട്ടിക്കരയുന്ന ഉമ്മമാരുടെ കണ്ണീര്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് കേൾക്കുമ്പോൾ ഒരൊറ്റ വാക്ക് പറയട്ടെ, യജമാനനായ റബ്ബിന്റെ തീരുമാനമാണ്. ഈ ദുഃഖം അനുഭവിക്കുന്ന ഓരോ മുഅ്മിനീങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ഖുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അള്ളാഹുവിന്റെ ഒരു പ്രഖ്യാപനമുണ്ട്. അതെന്നോടും നിങ്ങളോടും മുണ്ടക്കയിലെ സഹോദരങ്ങളോടും ചൂരൽമലയിലെ മുത്തുമുഅ്മിനീങ്ങളോടും മനുഷ്യ സമൂഹത്തോടുമാണ് പറയുന്നത്. ഖുൽ നബിയെ തങ്ങൾ പറയണം, ലാ യുസീബന, നമുക്കൊരിക്കലും നമ്മളെ സ്പർശിക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹു കണക്കാക്കിയതല്ലാതെ. ഹുവ മൗലാന, അവനാണ് നമ്മുടെ അധിപൻ, അവനാണ് അധികാരി, അവനാണ് എല്ലാം തരുന്നത്, അവനാണ് എല്ലാം തീരുമാനിക്കുന്നത്. ആ റബ്ബിന്റെ മേൽ ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികൾ ഭാരമേൽപ്പിക്കേണ്ടത് യജമാനനായ ആ റബ്ബിന്റെ മേലാണ്. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഒറ്റ കാര്യം കൂടി കൂട്ടി പറയാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കാൻ നീതികേടാകും. ഇവിടെയാണ് കേരളത്തിന്റെ മനുഷ്യന്റെ മനസ്സ്, മാനവികതയുടെ ഉദാഹരണം നമ്മുടെ മേപ്പാടിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന വാളണ്ടിയർമാർ അവരെവിടെയോ ഉള്ളവരാണ്. ഇരിക്കുന്ന സഹോദരങ്ങളോട് ഈ സേവനം ചെയ്യുന്നവർ, നിങ്ങൾക്കറിയാം, മേപ്പാടിയിലും അതുപോലെ ചൂരൽമലയിലും നമ്മുടെ സഹജീവികൾക്ക് വേണ്ടി അവരുടെ മയ്യത്ത് തിരയാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന വാളണ്ടിയർമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അവർ വ്യത്യസ്തമായ സംഘടനകളിൽപ്പെട്ടവരായിരിക്കാം, അവർ വ്യത്യസ്തമായ വിഭാഗങ്ങളിൽപ്പെട്ടവരായിരിക്കാം. പക്ഷേ ഒരു മനുഷ്യ സ്നേഹമുണ്ട്. ആ മനുഷ്യ സ്നേഹത്തിന്റെ മുകുടോദാഹരണങ്ങളായിട്ടാണ് ഇവിടെയുള്ള പ്രവർത്തകർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വാഹനങ്ങൾ തീങ്ങിപ്പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആംബുലൻസുകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, നടുറോട്ടിൽ മഴ കൊണ്ടുകൊണ്ട് ആ വാഹനങ്ങളെ നിയന്ത്രിക്കുന്ന സേവകരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, സേവനം ചെയ്യുന്ന നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവനാവാം, ഏതെങ്കിലും മതസംഘടനയിൽ അംഗമാവാം, ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് വിശുദ്ധ ദീനിന്റെ ഖിദ്മയാണ് എന്ന് ഞാൻ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഖുർആനിൽ ഒരു വാക്ക് കൂടിയുണ്ട്, ഖുർആനിൽ ഒരു ചെറിയ ആയത്തുണ്ട്, നിങ്ങൾക്ക് നമ്മൾ നൽകിയതിൽ നിന്ന് കൊടുക്കണം. അധികം ആളുകളും ധരിച്ചു വെച്ചത് പോക്കറ്റിലൂടെ കാശ് പിരിവ് കൊടുക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് അല്ലാഹു പറഞ്ഞത് എന്നാണ്. അല്ല സഹോദര, അല്ല. എനിക്ക് ആരോഗ്യമുണ്ട്, നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്. ആരോഗ്യമുള്ളപ്പോൾ മാത്രം ചെയ്യാൻ കഴിയുന്നതാണ് സ്വാന്തന സേവനം എന്നുള്ളത്. അത് കഴിഞ്ഞാൽ കഴിയൂല. ഈ 2 ദിവസങ്ങളിൽ 2 ദിവസം ഞാനും ഈ ടൗണിൽ ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് നിസ്കരിച്ചു പോകും. ഞാൻ ഇങ്ങനെ വരുമ്പോഴും പല സഹോദരങ്ങളും ചോദിക്കും, ഉസ്താദ് എന്താ ഇവിടെ? ഈ ഇബാദത്ത് ഉസ്താദിന് ചെയ്യാൻ പറ്റിയതാ? ഉസ്താദാണ് മുന്നിൽ നിൽക്കേണ്ടത്. ഞാനിത് പറയുന്നത് ആ ചെയ്തതിന്റെ കൂലി പോക്കാനല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളെല്ലാം പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി ഒത്തൊരുമിക്കേണ്ടതുണ്ട്, കൈകോർക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നാളെയുടെ ജീവിതത്തിൽ നമുക്കൊരു സമ്പാദ്യമായിട്ടുണ്ടാകും. അങ്ങനെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും റഹ്മാനായ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. വളരെ വേദനിച്ചുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നത്. കാരണം ഈ ഒരു പള്ളി എത്രയോ മുഅ്മിനീങ്ങൾ വല്ലാതെ സ്നേഹിക്കുന്നവരാണ്. അത് മേപ്പാടിക്കാർ മാത്രമല്ല, പരിസര മഹല്ലുള്ള പലരും ഇവിടെ ഉണ്ടാവാറുണ്ട്. എല്ലാവരും സ്നേഹിക്കുന്നത് ഒരൊറ്റ നിദാനത്തിന്റെ പേരിലാണ്. ദീൻ എന്ന ഒരൊറ്റ നിദാനം, വേറൊരു നിദാനമല്ല. ഉസ്താദ് ദ്വാരത്തിനോ എന്ന് പറയും. ഞാൻ എന്റെ സത്താറിനെ വീണ്ടും വീണ്ടും ഓർത്തു പോവുകയാണ്. ഇന്നലെ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടപ്പോൾ എന്റെ കണ്ണിൽ നിന്നറിയാതെ കണ്ണുനീര് വന്നിട്ടുണ്ട്. ഈ
ഇതൊരു സത്താറിന്റെ മാത്രം കഥയല്ല കേട്ടോ. എത്രയോ മനുഷ്യ മക്കളുടെ ദയനീയമായ കഥകളാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രാർത്ഥന കവചമാണ്, ആയുധം. അത് മാത്രമേ ഉള്ളൂ. റബ്ബിലേക്ക് മടങ്ങണം. പരീക്ഷണങ്ങൾ വിശ്വാസികൾക്ക് റഹ്മാനായ റബ്ബ് നൽകുന്നത് റബ്ബിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ്. ആ ഒരു ചിന്ത എന്റെ പ്രിയപ്പെട്ട മനുഷ്യ സഹോദരങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തി നിങ്ങളെല്ലാവരും തഹ്ലീൽ ചൊല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ മുണ്ടക്കൈ ഗ്രാമത്തിൽ നമ്മൾ ഇന്ന് വിട പറഞ്ഞവർക്ക് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി ചൊല്ലണം. നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് ഖബൂൽ ചെയ്യട്ടെ, ഇബാദത്ത് സ്വീകരിക്കട്ടെ. വിട പറഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ജദ്ദിദു ഈമാൻ